ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് CS റാങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടീംമേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഫുൾ ഭായിമാരാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഇല്ല, അതുപോലെ തന്നെ റയർലെസ്സും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് ഈ ഭായിമാരുടെ കൂടെയാണ് ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ റൗണ്ട് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ടീംമേറ്റ്സും പല വഴിക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിമീസ് എവിടെയാണെന്നൊക്കെ നോക്കിയപ്പോഴത്തേനും നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കിട്ടി. എൻ്റെ ഹെൽത്ത് ഇത്രയും കുറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്ടേണൊക്കെ എടുത്ത് നേരെ വന്ന വഴിയെ തിരിച്ചു പോവുകയാണ്. പിന്നെ ഓടി ഇതിൻ്റെ ബാക്കിൽ വന്നിരുന്ന് ഒന്ന് ഹെൽത്തൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളപ്പോൾ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മെഡിക്കിറ്റ് യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ ഹെൽത്തൊക്കെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ്സൊക്കെ പയ്യെ കയറി ചെന്ന് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ടീംമേറ്റിനെ നോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ നൈസായിട്ട് ബാക്ക് വന്ന് അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുത്തനെ കണ്ടു. അവനാണെങ്കിൽ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അവർ കറങ്ങി വരുമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ കറങ്ങിപ്പോയി ഒരുത്തനെയും കൂടെ നോക്ക് ചെയ്ത് അങ്ങനെ അതും വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്താണെങ്കിൽ 2 പേരേ ഉള്ളൂ. അപ്പം ഞാൻ അവരുടെ ടീംമേറ്റിൽ ഒരാളെ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. എൻ്റെ ഹെൽത്ത് അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്യുക. ഇനി അപ്പുറത്താണെങ്കിൽ ഒരാളും കൂടെ ഉള്ളൂ. ഞാൻ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തിന് നമ്മുടെ ടീംമേറ്റ്സ് പോയി ഒരാളെയും കൂടെ നോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ ലാസ്റ്റത്തെ ആളെയും കൂടെ അങ്ങനെ ഫിനിഷ് ചെയ്ത് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സ്റ്റിൽ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റയിൽ കമൻറ്റായിട്ടും പേഴ്സണലി മെസ്സേജ് അയക്കുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് കമൻസിലും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഫ്രണ്ട് ആക്കാവോ എന്ന്. അപ്പോൾ നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേരെ ഞാൻ ഫ്രണ്ട് ആക്കി. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാസം ഇതിൽ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന പ്ലെയേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് നിങ്ങളെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ UID അയച്ചു തന്നിട്ട് എനിക്ക് കാര്യമില്ല. നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് കിടക്കുന്ന ഫുള്ള്. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള മിക്ക ആൾക്കാരെ ഞാൻ റീസെൻ്റ്ലി ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെനിക്ക് റിമൂവ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എനിക്ക് UID DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഫ്രണ്ട് ആക്കാം. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾ ഇൻസ്റ്റയിലൊന്ന് ഫോളോയും കൂടെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ പോയി നോക്കായി. ഞാൻ നോക്കായ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് വേണ്ട വിക്ടറി അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-0 എന്ന് പറഞ്ഞാണ് സ്കോർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കോർ വെച്ചുകൊണ്ട് നമ്മൾ തേർഡ് റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. ഇനി ഈ റൗണ്ടും അടുത്ത റൗണ്ടും കൂടെ നമുക്ക് വിക്ടറി അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ബൂയി അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതായാലും ഈ ഒരു മാച്ചിൻ്റെ അവസാനം നമുക്ക് ബൂയി അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. 100% ശുഭപ്രതീക്ഷ ബൂയ അടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം 100% ശുഭപ്രതീക്ഷ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. നിവേദാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിവേദിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാനത് ഓർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഞാൻ മറന്നിരിക്കുമായിരുന്നു. എൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു 100% ശുഭപ്രതീക്ഷ. പക്ഷേ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഡയലോഗിൻ്റെ കാര്യമേ മറന്നുപോയി. അത് ഓർത്ത് വെച്ചതിനും 2-3 തവണ അത് കമൻറ്റ് വഴി എന്നെ ഓർമ്മിപ്പിച്ചതിനും ഒത്തിരി സന്തോഷം. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. എന്തായാലും എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ തന്നെ മറന്ന ഒരു സംഭവം നമ്മുടെ സബ്സ്ക്രൈബർ ഓർത്ത് വെച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ, ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ ഉള്ളതുപോലെ പറയണമല്ലോ. എനിക്ക് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്ത സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ തേർഡ് റൗണ്ട് സ്റ്റാർട്ടായി. ഞാൻ ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ, എനിമീസിനെ സ്കോപ്പ് ചെയ്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് അവൻ എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് തരാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം മേളിൽ കയറാമെന്ന് വിചാരിച്ചപ്പോൾ അത് റിസ്ക് ആണെന്ന് തോന്നി. ഇവിടെ സൈഡിൽ വെറുതെ വന്നിരുന്നതാണ്. സാധാരണ ഞാൻ ഇവിടെ വരാറ് പോലും ഇല്ലാത്ത ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. ഞാൻ നോക്കായി. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല പറയേണ്ടത്. ഞാനൊന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും ഞാൻ താഴെ പോകുന്നതാണ് കണ്ടത്. ഞാൻ പോയി നോക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ആ മൊത്തത്തിലുള്ള പവർ അങ്ങ് പോയി വേഗം തന്നെ ഡിഫീറ്റ് അടിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കിക്കേ 2-1 പറഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഒരു റൗണ്ടും കൂടെ അവർ പിടിച്ചു കഴിഞ്ഞാൽ 2-2 എനിക്കവർ പിടിക്കുന്നതിൻ്റെ അല്ലെന്നേ, ലാസ്റ്റ് ബൂയ അടിച്ചാൽ മതി. പക്ഷേ ഇവർ ഓരോ റൗണ്ട് പിടിക്കുന്നതനുസരിച്ച് നമ്മുടെ റൗണ്ട് കൂടി വരുന്നതാണ് എൻ്റെ സങ്കടം. അങ്ങനെ സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വേറൊന്നും അല്ലെന്നേ, നമ്മുടെ കൂടെ ഒരാളെങ്കിലും ഒരു കൂട്ടുണ്ടെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ കരണ്ട് പോകുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഉണ്ടോ എന്ന് നോക്കത്തില്ലേ, ഏതാണ്ട് അത് തന്നെയെന്നേ സംഭവം. ഞാൻ രസകരമായി പറഞ്ഞാണെങ്കിലും നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമല്ലേ. അങ്ങനെ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.
അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമുക്ക് റിംനം വില്ലേജാണ് വന്നത്. പിന്നെ വേഗം തന്നെ ഞാൻ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരുത്തന് നല്ല രീതിയിൽ ഡാമേജൊക്കെ കൊടുത്ത്, അതായത് കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ അതങ്ങ് ഫിനിഷും ചെയ്തു, അല്ലെങ്കിൽ ആരെങ്കിലും ചെന്ന് റിവൈവ് ചെയ്തുകൊണ്ട് പോയാലോ. പിന്നെ അവൻ അവിടെ വെറുതെ നിൽക്കുമായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ടും ഓടുവോ ചാടുവോ ഒന്നും ചെയ്തില്ല. നല്ല അനുസരണയുള്ള കൊച്ചാണെന്ന് തോന്നുന്നു. ആരോ സ്റ്റാച്ചു പറഞ്ഞ പോലെ അവിടെ അങ്ങനെ അനങ്ങാതെ നിന്നു. പിന്നെ നോക്ക് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ അനങ്ങാതെ നിൽക്കുമായിരുന്നല്ലോ ഏത്. അങ്ങനെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആളെയും ഫിനിഷ് ചെയ്ത് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ 3-1 പറഞ്ഞാണ് ഇപ്പം നിൽക്കുന്നത്. അടുത്ത റൗണ്ടും കൂടെ നമുക്ക് വിക്ടറി അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബൂയ അടിച്ച് നമുക്ക് നമ്മുടെ പണി നോക്കാമായിരുന്നു. അപ്പോൾ ഏതായാലും നോക്കാം ബൂയ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തേക്ക്. ഈ റൗണ്ട് ബൂയ അടിക്കുമോ അതോ ഇല്ലയോ, കാത്തിരുന്ന് കാണുക. ഇപ്പോൾ ഒരു സീരിയലിൻ്റെ ടച്ചൊക്കെ വന്നു അല്ലേ. അപ്പോൾ എന്തായാലും റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവിടെ ആണെങ്കിൽ കുറേ പേര് ഓരോ ആവശ്യമില്ലാത്ത ഗണ്ണൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ലിസ്റ്റിൽ പണ്ടേ ആ ഗണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാൻ പോയില്ല. ഞാനാണെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ റൗണ്ട് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ബാക്കിലോട്ട് ഓടുന്നുണ്ട്. ഇങ്ങനെ ബാക്ക് വഴി കറങ്ങി മേളിൽ ചെന്ന്, അതായത് നമ്മൾ നല്ല രീതിയിൽ കറങ്ങിയാണ് പോകുന്നത്. അത്രയും കറങ്ങി മേളിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന എനിമീസിന് നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. സത്യം പറഞ്ഞാൽ ഇത്രയും കറങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറങ്ങേണ്ട ആവശ്യമില്ല. ഇതിലും നല്ല എളുപ്പ വഴിയാണ്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അതെ ഇപ്പോൾ കാണുന്ന സ്റ്റെപ്പ് വഴി കയറാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ വന്ന് എത്തുകയും ചെയ്യും. നമ്മുടെ എനിമീസ് ഒന്നും വേണ്ട സ്ഥലത്തേക്ക് എത്തത്തില്ല. നമുക്ക് എനിമീസിനെ കാണണമല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ എനിമീസിനെയൊക്കെ കാണണം എന്ന് എന്നെപ്പോലെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത്രയും കറങ്ങി വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ ഞാൻ വലിയ പ്രോ പ്ലെയേഴ്സിൻ്റെ അടുത്തും സ്കിൽസ് ഉള്ളവരുടെ അടുത്തും പറയുന്നതല്ല. നമ്മളെങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. ഞാൻ കളിക്കുന്നത് പോലെ ഗെയിം കളിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. ഇതുവരെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കണ്ടില്ലേ, അങ്ങനെ ഞാൻ മേളി വന്നിട്ട് 2 പേരെ നോക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അല്ല ഫിനിഷിങ് ചെയ്തു അങ്ങ്. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഒരു ടീംമേറ്റും പോയി നോക്കായി. ഇനി അപ്പുറത്തുള്ള 2 പേരെ എനിക്ക് കാണുകയും ചെയ്യാം. ഞാൻ കുറച്ച് ഡാമേജൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ഇട്ട് ഗ്ലൂ ആൻഡ് അടിക്കുവാന്ന്. പക്ഷേ അല്ല, എനിക്ക് അതിൻ്റെ കാല് കാണാമായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡാമേജ് അവന് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് താഴത്തോട്ട് ചാടി. നമ്മുടെ ടീംമേറ്റ് ഒരാൾ പോയി നോക്കായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അവനെ തന്നെ നമ്മൾ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മളല്ല, എൻ്റെ ടീംമേറ്റ് റിവൈവ് ചെയ്ത്. അങ്ങനെ ഇപ്പം 4 പേരും ഉണ്ട് ഞങ്ങൾ. എനിമീസ് ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് വരാതെ ബാക്കിൽ തന്നെ ഇങ്ങനെ കവർ എടുത്തിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ടീംമേറ്റ്സ് കയറി ഇടപെട്ട് അങ്ങനെ ഫിനിഷ് ചെയ്ത് ബൂയ അടിച്ചിട്ടുണ്ട്. അപ്പം 4-1 നമ്മൾ കളി പിടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.